കെ സുധാകരൻ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് തൽക്കാലം തുടരും. സമ്പൂർണ്ണ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് നേതാക്കളോട് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തുവാനും ചിന്താഗതികൾ പറയുവാനും സ്വാതന്ത്ര്യമുണ്ടാകില്ല. ഇക്കാര്യങ്ങൾ ശക്തമായി നിരീക്ഷിക്കുമെന്നും ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായത്. പരസ്യമായും രഹസ്യമായും കെ സുധാകരനെതിരെ നടത്തിയ പടനീക്കം വിജയം കണ്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ നേതൃമാറ്റം ഗുണം ചെയ്യില്ലെന്ന് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചു. ദില്ലി ഇന്ദിരാഭവനിൽ ചേർന്ന യോഗത്തിൽ നേതൃമാറ്റം അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. സംസ്ഥാന കോൺഗ്രസിലെ സമ്പൂർണ്ണ ഐക്യത്തിന് നേതാക്കളോട് ഹൈക്കമാൻഡ് ആഹ്വാനം ചെയ്തതായി കെ സി വേണുഗോപാൽ അറിയിച്ചു. മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ പ്രസ്താവനകളും ചിന്താഗതികളും നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡ് ശക്തമായി നിരീക്ഷിക്കുമെന്നും ശശി തരൂരിനെ മുന്നിൽ നിർത്തി കെ സി വേണുഗോപാൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക, വ്യത്യസ്തമായ ചിന്താഗതികൾ വളർത്തുക, ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജിയും ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു നിർത്തതായി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കൊച്ചു കേരളം പിടിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അതിനുള്ള പ്രതിജ്ഞ എടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ വ്യക്തമായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഒരു പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടന്നത്. കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. കൈരളി ന്യൂസ്, ദില്ലി.